അപ്പൻ്റെ കയ്യിൽ നിന്നും സ്വത്തുക്കൾ വാങ്ങിയ ശേഷം അപ്പൻ്റെ അടുക്കൽ നിന്ന് ദൂരെ സ്ഥലത്തേക്ക് തൻ്റെ ഇഷ്ടം അനുസരിച്ച് കടന്നുപോയ ഒരു മകനെക്കുറിച്ചും പിന്നീട് അവൻ്റെ ജീവിതത്തിൽ വന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 15-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, അവന് സുബോധം വന്നിട്ട്. അവൻ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അവനിലുള്ള ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി, ബോധം നഷ്ടപ്പെട്ടു പോയി. അവിടെ എഴുതിയിരിക്കുകയാണ്, സുബോധം വന്നിട്ട് അപ്പനെക്കുറിച്ച് അവൻ ഓർക്കുകയാണ്. 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ സ്വന്തമായിട്ട് പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് ക്ഷമാപണം നടത്തണം, കൂലിക്കാരിൽ ഒരുത്തരെ പോലെ എന്നെ കാണണമെന്ന് പറഞ്ഞ് അപ്പനോട് ക്ഷമാപണം പറയണം എന്നുള്ളൊരു തീരുമാനം അവൻ്റെ ഉള്ളിൽ വരികയാണ്. അപ്പനെ കളഞ്ഞിട്ട് ഇവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, സ്വാർത്ഥ മോഹത്തിന് വേണ്ടി ഇവ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ടും അപ്പൻ അവനോടുള്ള അനുകമ്പ, അവനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല. അവന് മനസ്സിലായി, ഞാൻ എൻ്റെ സാഹചര്യത്തിൽ ഇരുന്നു പോയി, എൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഇരുന്നു പോയി, ഇനി ഒരു രക്ഷയില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തീരുമാനിച്ചു. സാഹചര്യത്തിൽ ഇരുന്നു പോവുക. പലരും ഇങ്ങനെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളുടെ മുൻപിൽ നിങ്ങൾ ഇരുന്നു പോയിരിക്കുകയാണ്. ഇനിയൊരു സാധ്യതയില്ല, ഇനിയൊരു വഴി തുറക്കത്തില്ല, ഇനിയൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ചില മേഖലകളിൽ ഇരുന്നു പോയ ചില അവസ്ഥകൾ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, എഴുന്നേൽക്കുക. നിങ്ങൾക്ക് വേണ്ടി ചില ഉറവകളെ എൻ്റെ തമ്പുരാൻ ഈ ദിവസങ്ങളിൽ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉറവകൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. മറ്റൊരു സ്ഥലത്ത് പൗലൂസ് പറയുന്നൊരു പദമുണ്ട്, ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുകയും. മറ്റൊരു ഭാഗം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയോ മേഖലകളിൽ ഈ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഇരുന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ അസാധ്യം എന്ന് പറഞ്ഞ് ചിലതൊക്കെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, എഴുന്നേൽക്കുക. നിങ്ങളുടെ ലൈഫിനകത്തൊരു എഴുന്നേൽപ്പുണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു എഴുന്നേൽപ്പുണ്ടാകട്ടെ, നിങ്ങളുടെ മിനിസ്ട്രിക്കകത്തൊരു എഴുന്നേൽപ്പുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്തൊരു എഴുന്നേൽപ്പുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ മേലൊരു എഴുന്നേൽപ്പുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മേലൊരു എഴുന്നേൽപ്പുണ്ടാകട്ടെ. ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളുടെ ലൈഫിനകത്ത് ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങൾ തീർന്നു എന്ന് വിചാരിച്ചത്, ആ മേഖലകളിൽ ഒരു വലിയ റേസിംഗ്, വലിയ എഴുന്നേൽപ്പ് പരിശുദ്ധാത്മാവ് കൽപ്പിക്കുകയാണ്. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക. ഗോഡ് ബ്ലസ് യു. ആമേൻ.